ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫെർട്ടിലൈസറൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് സീവീഡ് എക്സ്ട്രാക്റ്റ് ആണ്. ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് നമ്മുടെ റൂട്ട്സിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് ഒരു ഫെർട്ടിലൈസർ അല്ല, ഇതൊരു ഗ്രോത്ത് ബൂസ്റ്ററാണ്. നമ്മുടെ വേരുകൾക്ക് പെട്ടെന്ന് വളരാനുള്ള ഒരു ഗ്രോത്ത് ബൂസ്റ്ററാണ് ഈ സീവീഡ് എക്സ്ട്രാക്റ്റ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NPK 19-19-19 ആണ്. ഇതൊരു ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ആണ്. ഇതൊരു ജനറൽ ഗ്രോത്ത് ഫെർട്ടിലൈസർ ആണ്. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിലാണ് ഇതിൽ ഉള്ളത്. ഇനി അടുത്ത ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് NPK 0-52-34 ആണ്. ഈ ഫെർട്ടിലൈസറിനെ MKP എന്നും കൂടി വിളിക്കും. ഈ ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നൈട്രജൻ ഇല്ല. ഇത് ഉപയോഗിക്കുന്നത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് NPK 13-0-45. ഈ ഫെർട്ടിലൈസറിനെ പൊട്ടാസ്യം നൈട്രേറ്റ് കൂടി എന്ന് വിളിക്കും. പ്ലാന്റിൻ്റെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. അടുത്ത ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് DAP ആണ്. ഇത് കേരളത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ മെയിനായിട്ട് ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ പൊട്ടാസ്യം തീരെ ഇല്ല. ഇത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അടുത്ത ഫെർട്ടിലൈസറിൻ്റെ പേര് NPK 0050 ആണ്. ഇത് കായയുടെ വലുപ്പം കൂട്ടാനും മധുരം മെച്ചപ്പെടുത്താനും ഉപയോഗിക്കാം. ഇതിൻ്റെ മറ്റൊരു പേരാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അടുത്ത ഫെർട്ടിലൈസറാണ് എപ്സം സാൾട്ട്. എപ്സം സാൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചെടിയുടെ ഇലയ്ക്ക് മഞ്ഞ കളറും കായയുടെ വലുപ്പം കുറവും മധുരം കുറവും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിവിടെ എപ്സം സാൾട്ടും മൈക്രോന്യൂട്രിയൻസും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ചെടികൾക്ക് അപ്ലൈ ചെയ്യാറ്. മൈക്രോന്യൂട്രിയൻ്റെ ഒരു സപ്ലിമെന്റ് പ്ലാന്റ്സിന് വേണ്ട അയൺ, സിങ്ക്, ബോറോൺ, മഗ്നീസ്, കോപ്പർ മുതലായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത ഫെർട്ടിലൈസറാണ് ബസക്കോട്ടെ HiK-6. ഇതൊരു സ്ലോ റിലീസ്ഡ് ഫെർട്ടിലൈസറാണ്. ഇത് ഒരു വട്ടം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് ഉള്ള വളങ്ങൾ ഇനി ഇടണം.